മിക്സ്ചറിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് എ മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. സോ മിൽക്ക് ആൻഡ് വാട്ടറിന്റെ മിക്സ്ചർ ആണ്. മിൽക്ക് ആൻഡ് വാട്ടർ മെഷേഴ്സ് 60 ലിറ്റർ. സോ രണ്ടും കൂടി ടോട്ടൽ എന്ന് പറയുന്നത് 60 ലിറ്റർ ആണ് എന്ന് ഓൾറെഡി ഗിവൺ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് 10% വാട്ടർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ആ 60 ലിറ്ററിലെ 10% വാട്ടർ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ 10% വാട്ടർ ആണെങ്കിൽ ബാക്കി 90% എന്തായിരിക്കും? മിൽക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 60യുടെ 10% എന്ന് പറയുമ്പോൾ 6 ആയിരിക്കും. സോ ബാക്കി 6 പോയി കഴിഞ്ഞാൽ ബാക്കി പിന്നെ 54 ലിറ്റർ എന്തായിരിക്കണം? മിൽക്ക് ആയിരിക്കണം. ഇനി ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു ഇറ്റ്. ഇപ്പം ഇവിടെ വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ വാട്ടറിന്റെ കൂടെ പ്ലസ് എക്സ് എന്ന് എടുക്കാം. ഈക്വൽ ടു so that the water may be 25%. വാട്ടർ 25% ആണെന്നാണ് പറയുന്നത്. അപ്പൊ 25% നമുക്കറിയാം എന്റെ ഫ്രാക്ഷൻ 1/4 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മൊത്തം 4 1 വാട്ടർ ആണെങ്കിൽ പിന്നുള്ള 3 എന്തായിരിക്കും? മിൽക്ക് ആയിരിക്കും. സോ ഈ റേഷ്യോയിൽ വരണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഇതൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര എന്നുള്ളത് നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 54നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ചെയ്തു. അപ്പൊ നമുക്ക് 54നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാൻ പറ്റും. നമുക്ക് അവിടെ ഈ ഒരു 3 ഇൻറ്റു ഇപ്പൊ മോസ്റ്റ്ലി എല്ലാവരും ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്? ക്രോസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ക്രോസ് ചെയ്താൽ വളരെ പെട്ടെന്ന് ആൻസർ വരും. പക്ഷെ ക്രോസ് ചെയ്യുന്നതിന് പകരം ചുമ്മാ നോക്കി ആൻസർ എടുക്കാൻ പറ്റും. എങ്ങനെ? നമുക്ക് 3 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 54 വരുന്നതെന്ന് ആലോചിക്കുക. 3 ഇൻറ്റു 18 ചെയ്യുമ്പോഴാണ് 54 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതും ഇവിടെ 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 18 ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 1 ഇൻറ്റു 18 ഇവിടെയും വരണം. ഇവിടെ നമുക്ക് മൊത്തം കാണാൻ പറ്റും 6 പ്ലസ് എക്സ് എന്ന് പറയുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 18 എന്ന് പറയുന്നത്. അപ്പോൾ 6 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 18 ആണെങ്കിൽ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? എക്സ് എന്ന് പറയുന്നത് 12 ലിറ്റേഴ്സും ആയിരിക്കും. സോ നമുക്ക് അതൊന്ന് നോക്കി തന്നെ ലൈക്ക് ക്രോസ് ചെയ്ത് എഴുതി സോൾവ് ചെയ്യുന്നതിന് പകരം ചുമ്മാ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ആൻസർ ഈ രീതിയിൽ ആ റേഷ്യോനെ കമ്പയർ ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റും. സോ നമുക്ക് അത് ക്രോസ് ചെയ്ത് നോക്കാം. ക്രോസ് ചെയ്താലും നമുക്ക് സ്റ്റിൽ റൈറ്റ് ആൻസർ ആൻഡ് സെയിം ആൻസർ തന്നെ ആയിരിക്കും വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ.